കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കായി പ്രവർത്തിക്കാൻ മുസ്ലിം ലീഗ് പണം വാങ്ങിയെന്ന ആരോപണവുമായി കോൺഗ്രസ് നേതാവ്. കോൺഗ്രസ് കുമ്പള ബ്ലോക്ക് സെക്രട്ടറിയും പഞ്ചായത്ത് അംഗവുമായ രാധാകൃഷ്ണൻ നായിക്കിന്റെ ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ പുറത്തുവന്നത്. സ്ഥാനാർത്ഥിക്കായി പ്രവർത്തിക്കാൻ മുസ്ലിം ലീഗ് പണം വാങ്ങി എന്ന് സൂചിപ്പിക്കുന്ന ശബ്ദ സന്ദേശമാണ് പുറത്തുവന്നത്. മോത്തി, ഇത്തരത്തിൽ ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ കാസർഗോഡിന്റെ വടക്കൻ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള മുസ്ലിം ലീഗും അതോടൊപ്പം തന്നെ കോൺഗ്രസും തമ്മിലുള്ള പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഈ ഒരു ശബ്ദ സന്ദേശം പുറത്തേക്ക് വരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിനെ സംബന്ധിച്ച് UDF പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി ഉയർത്തി കാണിച്ച സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കാനായി മുസ്ലിം ലീഗ് പ്രവർത്തകർ, അദ്ദേഹത്തിന്റെ തന്നെ പഞ്ചായത്തായ കുമ്പട ഗ്രാമപഞ്ചായത്തിനകത്തെ വാർഡിനകത്തുള്ള മുസ്ലിം ലീഗ് പ്രവർത്തകർ ഓരോ വാർഡുകളിലേക്കും 50,000 രൂപ വീതം വാങ്ങി എന്നുള്ള ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അത് കോൺഗ്രസിന്റെ ബ്ലോക്ക് സെക്രട്ടറിയുടെ ശബ്ദരേഖ തന്നെയാണ് പുറത്തേക്ക് വരുന്നത് എന്ന് തന്നെയാണ് ഏറ്റവും ഗുരുതരമായ ആരോപണമായി ഇത് നിലനിൽക്കാനുള്ള കാരണവും. അത് ലീഗിന്റെ ജില്ലാ നേതൃത്വത്തിന് മുൻപിൽ ഈ ഒരു പ്രശ്നം സൂചിപ്പിച്ചിരുന്നെങ്കിലും അവരുടെ കൂടി നിർദ്ദേശങ്ങളെ തള്ളിക്കളയുന്ന രീതിയിലാണ് ഇപ്പോൾ പണം വാങ്ങി പ്രവർത്തിച്ചിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വലിയ തോതിൽ നിരവധിയായ പ്രവർത്തകർ ഇതിന്റെ ഭാഗമായിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ഒരു വിഭാഗം നേതാക്കളൊക്കെ തന്നെ പറയുന്നത്. മുൻപിൽ നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ നിൽക്കുന്ന സമയത്ത് ഇത്തരത്തിൽ UDF-നകത്ത് പണം വീതിച്ചതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു ആരോപണം ഉയരുന്നത് ഒരുപക്ഷെ വലിയ രീതിയിൽ വലിയ പ്രയാസങ്ങൾ ഭാവിയിൽ സൃഷ്ടിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മോത്തി, ശരി സാരംഗെ, നമുക്ക് ആ ശബ്ദ സന്ദേശം പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാം. അപ്പൊ ഇന്ന് സോമണ്ണന്റെ വീണ്ടും ഇടുമ്പോക്കാന്ന് ഞാൻ പറയുന്നത് 50,000 രൂപ പോലെ അവിടെ മേടിച്ചിട്ടുണ്ട് സോമണ്ണന്റെ കയ്യിൽ നിന്ന് ഇവർ ഓരോരു വാർഡിലേക്ക്. അത് എങ്ങനെയെന്ന് കാണിച്ചു കൊടുക്കാം, തെളിവ് കാണിച്ചു കൊടുക്കാം. 50,000 രൂപ പോലെ 50,000. ലീഗിന്റെ ജില്ലാ കമ്മിറ്റി പറഞ്ഞത് സോമണ്ണന്റെ കയ്യിൽ നിന്ന് 1 രൂപ പോലും മേടിച്ച് കാണി പാടില്ല, വേണമെങ്കിൽ സോമണ്ണനെ അങ്ങോട്ട് കൊടുക്കണമെന്നാണ് പറഞ്ഞത്. സീറ്റ് പിടിക്കേണ്ടത് സോമണ്ണാന്ന്. കുത്തികലോ പയ്യൂലിക്കലോ 1 രൂപ പോലും വാങ്ങിയിട്ടില്ല. അവർ ഇങ്ങോട്ട് ചെലവിന് വേണമെന്ന് ചോദിച്ചിനി. പക്ഷെ ഈ 4 വാർഡിൽ 50-50 കൊടുത്തിനി. അത് എങ്ങനെ കൊടുത്തത്, ആരെ കയ്യിൽ കൊടുത്തതെന്ന് പറഞ്ഞിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ആനസ്തിക ഉണ്ടെങ്കിൽ വട്ടൂർ ചോദിക്കാനി. ഏത് സിദ്ധിക്കോ മറ്റേ മറിച്ചവനോ ആരെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഞങ്ങൾ നേരെ എതിർ പറയാം. പിന്നെ കുറെ ഡ്യൂപ്ലിക്കേറ്റ് പണിയുണ്ട് ഇവിടെ നടക്കുന്നത്, ഈ കോൺക്രീറ്റ് വർക്ക്, ടാറിന്റെ വർക്കൊക്കെ. ഇതിനൊക്കെ ശരിയായ ഒരു പ്രതീക്ഷത ഇനി മുമ്പ് ഞങ്ങൾ തുടങ്ങും. ഞാനന്ന് എന്റെ നേതൃത്വത്തിൽ തുടങ്ങും. ഞാൻ ഹൈക്കോടതി വേണമെങ്കിൽ പോകും അതിന് വേണ്ടിയിട്ട്. ഞാൻ തുടങ്ങിയ പണി ഇന്ന് മുതൽ ഞാൻ തുടങ്ങി. ഏടെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് പണി എടുത്തിനി അതെല്ലാം നമുക്ക് തെളിയിക്കണം. ഞങ്ങൾ പണിയൊന്നും എടുക്കാൻ പോയിട്ടില്ല. ഈ പഞ്ചായത്തിന്റെ പൈസ കക്കുന്നൊന്നും വേണ്ട ഇവർ, ഈ നായികള്.